ഒരു 5 മിനിറ്റിനുള്ളിലേ കടലക്കറി തയ്യാറാക്കാനായിട്ടേ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കുതിർത്ത കടല കുക്കറിലേക്ക് ഇട്ടിട്ട് അത് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് സവാളയും അരിഞ്ഞിട്ട് 4-5 അല്ലി വെളുത്തുള്ളി ഇട്ട് അല്പം ഇഞ്ചി ചതച്ചതും അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒരു അര സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് വേവിക്കാൻ വെക്കുക. അത് വേവുന്ന സമയത്തേക്ക് മറ്റൊരു പാൻ വെച്ചിട്ട് അത് ഈ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും മുളകും കറിവേപ്പിലയും മൂപ്പിച്ചിട്ട് അല്പം പട്ടയും കുറച്ച് പെരുംജീരകവും കൂടെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അത് മൂത്ത് വരുന്ന സമയത്തേക്ക് മസാലയായിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് മല്ലിപ്പൊടിയും ചേർത്ത് ഗരം മസാലപ്പൊടിയും ചേർത്ത് ഒരല്പം മീറ്റ് മസാല അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം അതും കൂടെ ചേർത്തിട്ട് മസാലകളെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കുക. അത് നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു 2 അല്ലെങ്കിൽ 3 തക്കാളി അരിഞ്ഞത് അതിലേക്ക് ചേർക്കുക. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ആ തക്കാളി ഒന്ന് വെന്ത് വരാനായിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുക. അടച്ചു വെച്ച് വരുമ്പോഴത്തേക്ക് തക്കാളി വെന്ത് വരും. നമുക്ക് സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്തിട്ട് നമ്മുടെ കുക്കറിൽ വെന്തിരിക്കുന്ന കടല ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അത് നന്നായിട്ട് വെന്തിരിപ്പുണ്ടാവും. 5 മിനിറ്റ് മതിയല്ലോ കുക്കറിൽ വെന്ത് കിട്ടാനായിട്ട്. ആ വെന്തിരിക്കുന്ന കടല ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. അതൊന്ന് തിളച്ചു വരുന്ന സമയത്തേക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒരല്പം തേങ്ങയും ഒരല്പം പെരുംജീരകവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അതരച്ച് ചേർക്കുമ്പം കറിക്ക് കുറച്ച് ഗ്രേവി കുറവുകയും ചെയ്യും, നല്ല ടേസ്റ്റും ആവും. അതിനാണ് ഈ തേങ്ങയും പെരുംജീരകവും കൂടെ അരയ്ക്കണേ. ആ അരച്ചതും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് ഇറക്കാൻ സമയത്ത്, അതായത് ഫ്ലെയിം ഓഫ് ചെയ്യാൻ സമയത്ത് ഒരല്പം മല്ലിയില നുറുക്കിയതും കൂടെ ചേർത്ത് നോക്കിയേ. എന്ത് ടേസ്റ്റുള്ള കടലക്കറി റെഡിയാവുന്നു. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം, ഭയങ്കര ടേസ്റ്റി ആയിട്ട് നമുക്ക് തയ്യാറാക്കാം. എളുപ്പം മാത്രമല്ല കേട്ടോ, ഇതിന് ഭയങ്കര ടേസ്റ്റുമാണ് ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ. നമ്മൾ ചെയ്യുമ്പോൾ അല്പം പെരുംജീരകവും കൂടെ തേങ്ങയുടെ കൂടെ അരയ്ക്കാനും മറക്കരുത്. നമ്മൾ കടുക് ആദ്യമേ എണ്ണയൊഴിച്ച് കടുകും മുളകൊക്കെ ഇടുന്ന സമയത്ത് അല്പം പെരുംജീരകവും പട്ട ഇടാനും മറക്കരുത്. ഇത് രണ്ടും കൂടെ ഇട്ട് ഇങ്ങനെ മൂത്ത് വരുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. തിളച്ച് വരുമ്പോൾ നല്ല മണമാണ്. ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവരും. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കല്ലേ.